നമസ്കാരം. രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ഒരു ക്രൂരകൃത്യമായിരുന്നു അടുത്തിടെ നടന്ന കൊൽക്കത്തയിലെ ആർജേക്കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടറുടെ കൊലപാതകം. ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ 31-കാരിയായ യുവ ഡോക്ടർ അതിക്രൂരമായാണ് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്കെതിരെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും രാജ്യത്തൊന്നാകെ പ്രതിഷേധങ്ങളും ആളിക്കത്തിയിരുന്നു. ഇപ്പോഴത്തെ ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെയും മറ്റു 3 പേരെയും CBI അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. അറസ്റ്റിലായ പ്രതികളുമായി തൃണമൂൽ നേതാക്കൾക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആരോപിക്കുന്നു. CBI അറസ്റ്റ് ചെയ്ത ആശുപത്രി ജീവനക്കാരനായ വിപ്ലവ് സിംഹ, സുമൻ ഹസാര എന്നിവർക്ക് തൃണമൂൽ MLAയും ഹൗദ ജില്ലയിലെ പാർട്ടി മേധാവിയുമായ കല്യാൺ ഘോഷുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് അമിത് മാളവ്യ ചൂണ്ടിക്കാട്ടി. ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും അമിത് മാളവ്യ സമൂഹ മാധ്യമം വഴി പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ നുണ പരിശോധനയ്ക്ക് വിധേയമാകാൻ മമതാ ബാനർജി തയ്യാറാകണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. മമതാ ദീദി തന്നെ ആശുപത്രിയിലേക്ക് അയച്ചതാണെന്നാണ് അറസ്റ്റിലായ മറ്റൊരു വ്യക്തി അഫ്സൽ അലി ഒരു വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ഇതൊന്നും യാദൃശ്ചികമല്ലെന്നും തൃണമൂൽ നേതാക്കൾക്ക് ഈ കേസിൽ ബന്ധമുണ്ടെന്നും അമിത് മാളവ്യ ശക്തമായി ആരോപിക്കുന്നു. സന്ദീപ് ഘോഷിന്റെ സുരക്ഷാ ചുമതല വഹിക്കുന്നയാളാണ് അഫ്സൽ അലി. അറസ്റ്റിലായ അഫ്സർ അലിയും സുമൻ ഹസാരയും വിപ്ലവ് സിംഹയും ആശുപത്രിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും പ്രവർത്തിച്ചിരുന്നതായി CBI ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അറസ്റ്റിൽ പ്രതികരിക്കാനില്ലെന്ന് തൃണമൂൽ നേതാവ് കുനാൽ ഘോഷ് പറഞ്ഞു. CBI കേസ് അന്വേഷിക്കട്ടെ എന്നും പാർട്ടി ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചില പരാതികൾ സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ലഭിച്ചിരുന്നുവെന്നും അന്ന് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും കുനാൽ ഘോഷ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയ് പിടിയിലായതിനു ശേഷം സംഭവിക്കുന്ന 2ാമത്തെ അറസ്റ്റാണ് സന്ദീപ് ഘോഷിന്റേത്. കേസ് CBI ഏറ്റെടുത്തതിന് പിന്നാലെ ഇയാളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന്റെ 15ാം ദിവസമാണ് സന്ദീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതേസമയം പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇയാൾ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.